കൂടെ നിങ്ങൾക്ക് കാപ്പിയുടെ കൂടെ ആസ്വദിച്ച് കഴിക്കാവുന്നതാണ്. ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ അത് കണ്ട് ആസ്വദിക്കുകയും അതുപോലെ തന്നെ തലയിൽ ഇറുത്തെടുത്ത് വെച്ച് ആസ്വദിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ അല്ലേ? അതുപോലെ തന്നെ അടിപൊളി സ്വാദിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രിപ്പയർ ചെയ്യുന്ന വിഭവങ്ങൾ നിങ്ങൾ കണ്ട് ആസ്വദിക്കുകയും അതുപോലെ തന്നെ തയ്യാറാക്കി നോക്കി ആസ്വദിക്കുകയും ചെയ്യണം. അടിപൊളി സ്വാദിലേക്ക് സ്വാഗതം. ഇവിടെ നാടനും മറുനാടനും അതുപോലെ സ്വദേശിയും വിദേശിയുമായ പല വിഭവങ്ങളും നിങ്ങൾ കണ്ട് രുചിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ തനി നാടൻ വിഭവമായി നമ്മുടെ കൂടെ ലേഡീസ് സെഗ്മെന്റിലൂടെ എത്തിയിരിക്കുന്നത് എൽസി ആന്റിയാണ്. ഇത് നാടൻ വിഭവമാണെന്ന് നമുക്ക് മനസ്സിലായി. ആക്ച്വലി എന്താണ് ചെയ്യാൻ മാവ് ഉണ്ടമ്പുരിയാണ് അല്ലെ? ഓക്കെ, ഉണ്ടമ്പുരിക്കുള്ള മാവ്. ഏത് നമ്മൾ എടുത്തിരിക്കുന്നത്? നമ്മൾ മൈദയാണ്. ഓക്കെ, മൈദ ഒരു കപ്പ് അല്ലെ? ഓക്കെ, നമ്മൾ നേരെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാണ്. ആന്റി ചടച്ചടയെന്നാണ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ ഉണ്ടമ്പുരിയാണ് ഇപ്പൊ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കണം, നമ്മള് നല്ല ബ്രൗൺ കളറിലെ ചായക്കടയിലൊക്കെ നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാനുള്ള ഉണ്ടപ്പരി കുറവുണ്ടാവും. അത് തന്നെയാണ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടി മൈദയും ഗോതമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എന്ത് അളവിലാണ് നമ്മള് പ്രൊപ്പോർഷൻ ചെയ്തേക്കുന്നത്? ഒരു കപ്പ് വെച്ചാൽ കുറച്ചുണ്ടാവും. റവയും ആഡ് ചെയ്യാണ്. പലതരം മാവുകളാണ് ഇവിടെ സംയോജിച്ചു വന്നിരിക്കുന്നത്. നമ്മുടെ ബ്രൗൺ ശർക്കര തന്നെ എടുക്കാം അല്ലെ? എന്തുകൊണ്ടാ കുറച്ച് കളറും കൂടെ കിട്ടുമല്ലേ? വെളുത്ത ശർക്കര നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് ആ ചെറിയ കളറും കൂടെ കിട്ടും അല്ലേ? വെള്ളം ഒഴിച്ച് ഇതിനെ കുഴക്കണം അല്ലേ? കുറച്ചൊന്ന് മോയ്സ്ചർ കൊടുക്കണം, നനവ് കൊടുക്കണം. ആവശ്യം നിങ്ങൾ വെള്ളം കൂടെ അരിയുക, കുഴച്ചെടുക്കുക. സൂക്ഷിച്ച് നിങ്ങളൊന്ന് കുഴച്ചെടുക്കുക. വേണമെങ്കിൽ കൈ കൊണ്ട് ചെയ്യാവുന്നുള്ളൂ അല്ലേ? കൈ കൊണ്ട് വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം കൈ കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇത് ശരിക്കും ചായയുടെ കഴിക്കാനല്ലേ ഏറ്റവും നല്ലത് അതുകൊണ്ടുപരി. ഇതിലേക്ക് നമ്മൾ ഞാൻ കുറച്ച് ഫ്ലേവർ അല്ലേ? നമ്മള് കുറച്ച് ഏലക്കാപ്പൊടി കുറച്ച് ആഡ് ചെയ്തിടാം. കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് ജീരകം അല്ലേ? എന്ത് സാധാ ജീരകമാണോ? കുറച്ചുകൂടെ ജീരകം. ഓക്കെ, നല്ല ഫ്ലേവർ ആണ് ഇഷ്ടമല്ലേ എനിക്ക്? ജീരകം ആഡ് ചെയ്തു. ഇനി കുറച്ച് ഏലക്കയും കൂടെ ഉണ്ടല്ലേ? കുറച്ച് സോഡാപ്പൊടി. സോഡാപ്പൊടിയാണ് ഇവിടെ അല്ലേ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ്? ശരിക്കും ഉണ്ടമ്പുരി അത് കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നും കുറച്ച് കല്ല് വരുവാണ്, കുറച്ച് കടിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് കാണുമ്പോൾ തോന്നും. പക്ഷെ കടിക്കുമ്പോഴാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നല്ല സോഫ്റ്റ് ആണ്. നമ്മൾ ചായയോടെ കഴിക്കുന്ന നല്ല സുഖം. ഈ സോഡാപ്പൊടിയാണ് അതിന്റെ ടെക്നിക്ക്. അപ്പൊ നമുക്ക് പിടിക്കേണ്ടി കാണും. ഇനി പ്രത്യേകിച്ച് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വറുത്തെടുത്തേക്ക് അല്ലെ? നെയ്യിലല്ലേ? ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങാക്കൊത്ത് നല്ല തിൻ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? പൊടിയും കൂടെ ആഡ് ചെയ്ത് ശരിയാക്കാം. സ്പൂണിൽ കോരി ഒഴിക്കാവുന്ന. സാധാരണ ഇത് കൈകൊണ്ടാണ് അവര് ഒഴിക്കാറ് ഹോട്ടലിലൊക്കെ. ഈ സൈഡികൾ ഇങ്ങനെയാണ് ഒഴിക്കാറ്. ഇതിപ്പോ അന്നേരം ഒത്തിരി 1 കിലോ 2 കിലോ വെളിച്ചെണ്ണയിലേക്ക് ആകുമ്പോഴാണ് അത് നന്നായിട്ട് പോകുന്നത്.